തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് നായയെ അടിച്ചുകൊന്ന കേസിൽ പ്രതികളെ പോലീസ് പിടികൂടി. പോത്തൻകോട് പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. പന്തലക്കോട് സ്വദേശികളായ താരിഫ്, യാസിൻ എന്നിവരാണ് പിടിയിലായത്. പ്രജിത് മോഹനൻ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രജിത്ത്. അനു, ഞാനിപ്പോഴുള്ളത് ഈ വിഷയത്തിൽ ഈ നായയെ വളർത്തിയിരുന്ന ആളുകളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്താണ്. എങ്ങനെയാണ് ഒരു തെരുവ് നായ എന്നൊക്കെ ആദ്യം പ്രചരിപ്പിച്ചിരുന്നെങ്കിലും കുറച്ചധികം ആളുകൾ സ്നേഹിച്ച് വളർത്തിയിരുന്നൊരു നായയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അതിനിഷ്ഠൂരമായി അതിക്രൂരമായി ആ 2 യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി. ഇപ്പോൾ ഈ യുവാക്കൾക്കെതിരെ പരാതി നൽകിയ കരുണാകരൻ നായർ നമുക്കൊപ്പമുണ്ട്. താങ്കൾ വളർത്തിയിരുന്ന നായയാണ്. എത്ര വർഷത്തോളമായി താങ്കളുടെ ഒപ്പമുണ്ട്? ഒരു 3 വർഷമായി നമ്മളെ കൂടെ ഇത് വന്നിട്ട്. എങ്ങനെ പുറത്തൊക്കെ പോകുമായിരുന്നു? അത് പുറത്ത് തന്നെ നമ്മൾ കെട്ടിയൊന്നും ഇടുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, എല്ലാവരുമായിട്ട് നല്ല സഹകരണമുള്ള ഒരു ഇതാണ്. മനുഷ്യനെ കണ്ടാൽ അത് കുറയ്ക്കുകയില്ല, പട്ടിയെ കണ്ടാൽ മാത്രമേ കുറയ്ക്കൂ. നിഷ്ഠൂരമായിട്ടാണ് വളരെ ദയനീയമായിട്ടാണ് പരാതി നൽകിയ ശേഷം ആരെങ്കിലും വന്നിരുന്നു. സ്റ്റേഷനിൽ അവരൊക്കെ വന്നിരുന്നു. സ്റ്റേഷനിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്നിരുന്നു, പാപ്പയും ഉമ്മയൊക്കെ അവരൊക്കെ വന്നിരുന്നു. വന്നപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ആക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിപ്പം പോസ്റ്റ്മോർട്ടത്തിന് ഒക്കെ കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിന് കണ്ണുകൾ നിറയുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം തന്നെ ഇവിടുത്തെ അമ്മയുമുണ്ട്. അവരൊക്കെയാണ് ഈ നായയെ, മിന്നു എന്നായിരുന്നു പേരല്ലേ? ഒരു 3 വർഷമാവും. 3 വർഷമായിട്ട് അവൻ ഇവിടെ തന്നെ. തന്നെയാണോ ഭക്ഷണമൊക്കെ? ഭക്ഷണം കൊടുക്കണേ, കുളിപ്പിക്കണേ, എല്ലാം ഇവിടെ നിന്ന്. പുറത്താർക്കെങ്കിലും എന്തെങ്കിലും ശല്യം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇതുവരെ ഇല്ല. ആരും കടിച്ചിട്ടുമില്ല, അങ്ങനെ ഒന്നും ഉപദ്രവിച്ചിട്ടുമില്ല, ഒന്നുമില്ല. പട്ടിയെ കാണണമെങ്കിൽ ഓടിക്കുമെന്നല്ലാതെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അവന്. ഇത് പറയുന്നത് ഇങ്ങനെ യുവാക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് കാണുമ്പോൾ ഈ മിണ്ടാപ്രാണികളുടെ ഒരു ഉപദ്രവവും ചെയ്യാത്ത മിണ്ടാപ്രാണികളെ ഇത് ചെയ്തത് വലിയ ക്രൂരത തന്നെയാണ്. പറ്റില്ല, അത്രയേറെ വേദനയുണ്ട് എനിക്ക്. കേസുമായിട്ട് മുന്നോട്ട് പോകും. കേസുമായിട്ട് മുന്നോട്ട് ഇല്ല. അയ്യോ, ഒരു കോംപ്രമൈസും ഇല്ല. വീഡിയോസ് കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. എനിക്ക് കാണാനുള്ള കഴിവില്ല, ശക്തിയില്ല, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അത്രയധികം സ്നേഹത്തോടെ അവർ വളർത്തിയിരുന്ന നായയാണ്. മിന്നു എന്നാണ് അവരെല്ലാവരും വിളിച്ചത്. ഈ നാട്ടുകാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ നായക്കുട്ടി ഇവരെ പരിചയമുണ്ടോ? എങ്ങനെയാണ് ഇതിനെ ആളുകളെ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു? ഇതുവരേക്കും ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കടയിലോ എന്തെങ്കിലും പോകുമ്പോൾ നമ്മളെ കൂടെ പിറകെ വരും. ആഹാരം കൊടുത്തില്ലെങ്കിൽ നമ്മളെ വീട് വരെ കൊണ്ടാക്കും. എല്ലാവരും ഇതേ അഭിപ്രായമായിരിക്കും പറയുന്നത്. ചെറുപ്പക്കാർ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, ഇവരെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മൾ CCTVയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് ക്രൂരമായെന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് വടി കൊണ്ടാണ് അവരടിക്കുന്നത്. ഇരുമ്പ് വടിയല്ല, എന്നുവെച്ചാൽ കമ്പിപ്പാര, മലയാളത്തിൽ പറഞ്ഞാൽ കമ്പിപ്പാര എന്നിട്ട് തലയ്ക്ക് അടിച്ച്. നമ്മളിപ്പോൾ 2 പോസ്റ്റ്മോർട്ടത്തിന് എൻ്റെ ബോഡി എടുക്കുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. എന്നിട്ട് ഇതിനെ അടിച്ച് ഇട്ടിട്ട് പോലും അവരത് മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. അതും പോരാഞ്ഞ് അവർ ഇപ്പം അടിച്ച് കൊന്നതിന് ശേഷം ആ വണ്ടിയിലിരിക്കുന്ന ആ പുള്ളി വീഡിയോ എടുക്കുന്നുണ്ട്. അത് തെളിവായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ അതിക്രൂരമായുള്ള രീതി. ഇന്ന് പട്ടിയുടെ നേർക്കാണെങ്കിലും നാളെ മനുഷ്യൻ്റെ നേർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇല്ല, ഇവർ നമ്മളെ ലൊക്കേഷനിൽ വീഡിയോ ഞാൻ 8 പ്രാവശ്യം ഇങ്ങനെ വീഡിയോ നോക്കിയിട്ട് ഈ മുഖം നമുക്ക് പരിചയമുള്ളൊരു മുഖമല്ല. കാര്യം ഈ നായ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിയുള്ളൊരു നായയാണ്. കാര്യം ഞാൻ ഒരു ദിവസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ഇതിനെ കാണുന്ന ദിവസമാണ്. എൻ്റെ വീട് ഇവിടുന്ന് 1/4 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷേ അവിടെ 2 പേര് വൈകുന്നേരം ഈ നായ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കീഴെയുള്ളൊരു ഗേറ്റുള്ളൊരു വീടുണ്ട്. അവർ ഗേറ്റിൻ്റെ വെളിയിൽ ഇതിനെയും കാത്ത് നിൽക്കുന്ന ഒരു ടീമുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അളിയൻ ആട്ടോ വരുമ്പോൾ ഇവിടുന്ന് കാട്ടായിക്കോണത്ത് നിന്ന് അത് ആട്ടോയുടെ ബാക്കിൽ വിളിച്ചുകൊണ്ട് വരും. അവരും ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ രാവിലെ ഞാൻ നമ്മളെ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് ഒരു വീടിൻ്റെ ഗേറ്റുണ്ട്. ആ ഗേറ്റിൽ വളരെ ദയനീയാവസ്ഥയായിട്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം എന്തോ നമ്മളിവിടെ പറയാനുള്ളൂ. അത്രയും ബുദ്ധിയുള്ളൊരു പട്ടിയായിരുന്നു. കാര്യം എനിക്ക് ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ റെസിഡൻസിൽ ആദ്യം പ്രതികരിച്ച ഞാനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. നായ്ക്കൾ ഇത്രയും വിവരവും ഉള്ള നായ്ക്കൾ നമ്മൾ കണ്ടിട്ടില്ല. അത്രയും മിടുക്കനായിട്ടുള്ളൊരു അവിടെ ആ കടയെടുത്ത് കിടക്കുമ്പോൾ തന്നെ നമ്മളിവിടെ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്രത്യേക സ്നേഹമാണ്. ഇന്നുവരെ ഒരു മനുഷ്യൻ്റെ അത് കടിച്ചിട്ടില്ല, ഒരു മനുഷ്യന് അത് വിരട്ടിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് സൈലൻ്റാണ്. മനുഷ്യനെ കണ്ടാൽ കുരയ്ക്കുകയില്ല. മറ്റു മൃഗങ്ങൾ വല്ല വരണമെങ്കിൽ നമുക്ക് കുരയ്ക്കുകയും ചെയ്യും. എല്ലാ വീടിൻ്റെ ഒരു സെക്യൂരിറ്റി ആയിരുന്നു, മൊത്തത്തിൽ ഒരു വീട്. ഇപ്പോൾ ഇവിടെ തന്നെ മാവൻ്റെ ഇവിടെയാണ് അതിൻ്റെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് ആഹാരവും കഴിച്ചിട്ട് വളരെ സൈലൻ്റായിട്ട് എല്ലായിടവും കറങ്ങിക്കൊണ്ടിരിക്കും.
ഇതാണ് അവനെക്കുറിച്ച്. വളരെ ദയനീയാവസ്ഥയായിപ്പോയി, സഹിക്കാൻ വയ്യാത്തൊരു കേസായിപ്പോയി. ഓരോരുത്തരും അങ്ങനെയുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമിച്ചതെന്നുള്ളതാണ്. അതെ, ഞാൻ ഇവിടുത്തെ അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഇത് കാലത്ത് ഞാൻ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ അസോസിയേഷനിൽ തന്നെ അംഗമായിട്ടുള്ള വൈഷ്ണവ്, അവനും അവൻ്റെ അനിയനും കൂടി എന്നോട് ഇങ്ങനെ വിളിച്ച് കാര്യം പറയുകയും എൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരികയും ചെയ്തു. ചേട്ടാ, ഇങ്ങനെ നമ്മുടെ മിന്നു എന്നാണ് പട്ടിയെ വിളിക്കുന്നത്, നമ്മുടെ മിന്നുവിനെ ആരോ വന്ന് കൊലപ്പെടുത്തി, അവരുടെ CC ക്യാമറ ദൃശ്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട്, നമുക്കതൊന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ അത് നോക്ക് എന്ന് പറഞ്ഞ് ഞാനും എൻ്റേതായ ഇതിൽ നോക്കി. അതിന് മുമ്പ് എനിക്ക് റോയലിലെ ചേട്ടൻ എൻ്റെ വീഡിയോസൊക്കെ അയച്ചു തന്നു. റോയൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിട്ടാണ് കൊന്നത്. അതിനുശേഷം ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ ഒരു 10-70ഓളം ആൾക്കാരുടെ ഒപ്പ് മേടിച്ച് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിനെ എല്ലാവരും അറിയിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് ഇനി ഇത് കാണിക്കരുത്. കാരണം ഇന്നിപ്പോൾ അവർ ഈ ഒരു പട്ടിയെ ചിലപ്പോൾ ഇത് അവരെ ട്രെയിനിങ് ആയിരിക്കാം. നാളെ ഇനി ഒരു മനുഷ്യനെ അവർ കൊല്ലാൻ ഉറപ്പുണ്ട്. അവരുടെ രക്ഷകർത്താക്കൾ ഇന്ന് സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത്, സെക്രട്ടറി ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം, ഞങ്ങളുടെ മക്കൾക്ക് 23 വയസ്സേ ഉള്ളൂ, അവർ മദ്യപിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവർ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് അവർ കാണിക്കുന്നുണ്ടല്ലോ, അവർ മറ്റേതെങ്കിലും രീതിയിൽ അവർ സൈക്കോ ആയിരിക്കണം. അവർ നാളൊരു കാലത്ത് ഒരു മനുഷ്യനെ കിട്ടിയാലും ഇതേ കണക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ അടിച്ച് കൊന്നിട്ട് പോവാം. അപ്പോൾ ഇന്ന് ഇവർക്കൊരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവർ ഇത് കാണിക്കാൻ ഭയക്കും. അതിനുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു നായ്ക്കുട്ടിയെ മരിച്ചുപോയി അല്ലെങ്കിൽ നായ്ക്കുട്ടി ആരെങ്കിലും കൊന്നുകളഞ്ഞു എന്നതിനപ്പുറത്തേക്കാണ് അവരുടെ കുടുംബത്തിലെയും അവരുടെ നാട്ടിലെയും ഒക്കെ ഒരു അംഗത്തെ പോലെ കാണുന്നൊരു നായ്ക്കുട്ടിയാണ് അതിക്രൂരമായി അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. അതിനൊരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് ഈ പരാതി നൽകിയ കരുണാകരൻ നായരാകട്ടെ, പിന്നീട് ഈ റെസിഡൻസ് അസോസിയേഷനിലെ 70ഓളം പേർ ചേർന്ന് ഒപ്പിട്ടൊരു വലിയ പരാതിയായി പോലീസ് സ്റ്റേഷന് നൽകിയിട്ടുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മിന്നു എന്ന് പറയുന്ന നായയുടെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടത്തിന് വരെ അയച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ നടപടികളായി മുന്നോട്ട് പോവുക. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ളൊരു അഭിപ്രായം എന്നുള്ളത്, ഇന്നൊരു നായക്കുട്ടി ഒറ്റയടിക്ക് ഈ രീതിയിൽ കൊല്ലാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിലൊരു ട്രെയിനിങ് ആയിരിക്കാം, ഒരു പരിശീലനമായിരിക്കാം. നാളെ ഒരു മനുഷ്യരുടെ നേർക്ക് ഈ രീതിയിലുള്ള ആക്രമണം അവർ നടത്തില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ് എന്നുള്ളതാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള 2 യുവാക്കളാണ് ഇത്ര ക്രൂരമായ ഒരു നായക്കുട്ടിയെ, ഒരു മിണ്ടാപ്രാണിയെ പ്രതികളും പിടിയിലായിട്ടുണ്ട്. താരിഫും യാസിനും ആണ് ഈ നായയെ അടിച്ചു കൊന്നത്. അവരെ പിടികൂടിയിട്ടുണ്ട് പോലീസ്.